സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനുള്ളിലെ ചില പ്രശ്നങ്ങൾ തന്നെ വലിയ ബുദ്ധിമുട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും നോക്കേണ്ടതുണ്ടല്ലോ. മന്ത്രിമാറ്റ ചർച്ചകളാണ് NCPയെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത്. കേരള ഘടകത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. ഇതോടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് PC ചാക്കോ കടക്കുന്നു എന്നാണ് അറിയുന്നത്. NCPയിലെ തോമസ് കെ തോമസിന് നിലനിൽപ്പും ആശങ്കയിലായിട്ടുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ വിഷയത്തിൽ CPM നേരത്തെ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം നിലപാടെടുത്തോടുകൂടി തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ ആകെ പരിങ്കലിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ഇനി പാർട്ടിയിൽ തുടരും എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. PC ചാക്കോ നടപടികളിലേക്ക് പോകുന്നു എന്നറിയുന്നു. അപ്പോൾ എന്താണ് NCPയിലെ ഈ സംസ്ഥാനത്തുള്ള പൊട്ടിത്തെറി? വീണ, AK ശശീന്ദ്രൻ അനുകൂലമായി CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും നിലപാടെടുത്തതോടെ AK ശശീന്ദ്രൻ തന്നെ മന്ത്രിസ്ഥാനത്ത് തുടരട്ടെ എന്ന നിലപാടെടുത്തതോടുകൂടിയാണ് ഇപ്പോൾ ഈ NCPയിലെ ഭിന്നത ഒരിക്കൽ കൂടി അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നത്. ഈ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും അതുപോലെ തന്നെ തോമസ് MLAയും ആണ് ദേശീയ നേതാവായ ശരത് പവാറിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തി മന്ത്രിമാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇടപെട്ടിട്ടും ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു പാർട്ടിയിലെ മന്ത്രിയെ മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുന്നതിനനുസരിച്ച് നടക്കുന്നില്ല എന്നത് അല്ലെങ്കിൽ നടന്നില്ല എന്നത് PC ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വളരെയേറെ കോട്ടം തട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസന്നദ്ധത അറിയിച്ചത്. ദേശീയ തലത്തിൽ തുടരാനാണ് ആഗ്രഹമെന്ന് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു CPM എടുത്ത ഈ നിലപാടാണ് ഇപ്പോൾ PC ചാക്കോയും വെട്ടിലാക്കിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പാർട്ടി ഇപ്പോൾ രണ്ട് തട്ടിലാണ്. അതായത് ശശീന്ദ്രൻ പക്ഷവും അതുപോലെ തന്നെ ഈ PC ചാക്കോയുടെ ഭാഗം എന്ന് പറയുന്ന രണ്ട് തട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് രണ്ട് MLA ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് NCPക്ക് ഉള്ളതെങ്കിൽ ഒരു MLAയും ഒട്ടുമിക്ക ജില്ലാ പ്രതിനിധികളടക്കം ജില്ലാ നേതാക്കളടക്കം ഈ PC ചാക്കോയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആകെ നോക്കുമ്പോൾ മെജോറിറ്റി PC ചാക്കോയ്ക്കാണെങ്കിൽ പോലും ഈ ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്നത് ഈ ശശീന്ദ്രനാണെന്നുള്ള മറ്റൊരു കാര്യമുണ്ട്. അതിനെ ശശീന്ദ്രനെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിച്ച കുറെ നാളുകളായി ഈ പാർട്ടിയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചത് ഈ തോമസ് കെ തോമസ് MLA ആണെങ്കിൽ ആ സമയത്ത് PC ചാക്കോയുടെ നിലപാട് ശശീന്ദ്രനൊപ്പമാണെങ്കിൽ പോലും പിന്നീട് അത് മാറി ഈ തോമസ് കെ തോമസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് ചർച്ചകൾ നടക്കുകയും ദേശീയ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടൊരു മന്ത്രിമാറ്റം നടത്താമെന്നൊരു നീക്കം നടക്കുന്നത്. എന്നാൽ ആ നീക്കവും കഴിഞ്ഞ ദിവസം പാളിയതോടുകൂടിയാണ് ഇപ്പോൾ NCPയിലെ തമ്മിലടിയും ഭിന്നതയും എല്ലാം രൂക്ഷമാകുന്നത്. ഇതിൽ ഇനി ഈ കേരള ഘടകം രണ്ടായി പിളരുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ് MLA മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം നൽകിയതുമില്ല. ഇന്നും കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തോമസ് കെ തോമസും അതുപോലെ തന്നെ PC ചാക്കോയും ചേർന്ന് ഒന്നുകിൽ പാർട്ടി രണ്ടാക്കിക്കൊണ്ട് NCP ഘടകം രണ്ടായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പിന്നീട് മറ്റ് പാർട്ടി എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ മറ്റു വഴികൾ തേടുന്ന സാഹചര്യമാണല്ലോ. എന്തായാലും മുൻവർഷത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുൻകാലത്തെ അപേക്ഷിച്ച് NCPയിലെ ഭിന്നത വളരെ രൂക്ഷമാണ്. നേതാക്കൾ തമ്മിൽ പരസ്യപ്പോരിന് ശ്രമിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യം കൂടിയാണ്. അതായത് തോമസ് കെ തോമസും അതുപോലെ തന്നെ PC ചാക്കോയും നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ താൻ ആവശ്യപ്പെട്ടിട്ട് പോലും സ്വന്തം പാർട്ടിയിലെ മന്ത്രിയെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നൊരു കഴിയാതെ വന്നതിലുള്ളൊരു വിമർശനവും അല്ലെങ്കിൽ കഴിയാതെ വന്നതിലുള്ളൊരു അമർഷവും PC ചാക്കോയും രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ്. എന്തായാലും പാർട്ടി പിളരുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയം കൂടിയാണ്. എന്തായാലും NCPയുടെ ഭാവി എന്താകുമെന്നാണ് ഇനിയിപ്പോൾ ചോദ്യചിഹ്നമായി ആശങ്കയായി ഉയരുന്നത്. വീണ, അതെ, NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിചാരിച്ചിട്ട് പോലും അവരുടെ മന്ത്രിയെ മാറ്റാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം.